സ്ട്രക്ചറിന്റെ ബേസിലുള്ള ബാങ്കിങ് ക്ലാസിഫിക്കേഷനിലെ മൂന്നാമത്തതെന്ന് പറയുന്നത് ചെയിൻ ബാങ്കിങ് ആണ്. മൂന്നാമത്തെ ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? ചെയിൻ ബാങ്കിങ്. ചെയിൻ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ചെയിൻ ബാങ്കിങ് ഈസ് എ ഫോം ഓഫ് ബാങ്ക് വെയർ എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ മെമ്പേഴ്സ് കൺട്രോൾ 2 or more ബാങ്ക്സ്. ഇതാണ് അതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ്, ഒരു കൂട്ടം പേഴ്സൺസ്, 2 അതിലധികമോ ബാങ്കുകളെ അവര് കൺട്രോൾ ചെയ്യും. ആര് കൺട്രോൾ ചെയ്യും? ഈ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നവർ കൺട്രോൾ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചെയിൻ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ കൺട്രോൾ ചെയ്യുന്ന ആ ബാങ്കുകൾക്ക് എന്താണ്? ദേ ആർ ഓട്ടോണമസ്. അവർ ഓട്ടോണമസ് ആണ്. ദേ ആർ സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ്. അവരെങ്ങനെയാണ്? സെപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കും. അതായത് അത് സെപ്പറേറ്റ് രജിസ്റ്റേർഡ് ആയിരിക്കും, രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക നിലനിൽപ്പുള്ളവരാണ് അവർ. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോണമസ് എന്ന് പറഞ്ഞത്. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ അതാത് ബാങ്കുകൾക്ക് അവരുടെ രീതിക്കനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങളെല്ലാം ചെയ്യാം. ബട്ട് ദ കൺട്രോൾ ആർ വെസ്റ്റഡ് ഇൻ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. കൺട്രോളിങ് ആരുടെ കയ്യിലായിരിക്കും? ആ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും.